കുണ്ടും കുഴിയും നിറഞ്ഞ വിജനമായ വഴിയിലൂടെ കുതിച്ചുപായുന്ന ഈ പഴഞ്ചൻ വണ്ടിയിൽ പേടിച്ചരണ്ടിരിക്കുകയാണ് ഞാൻ. സമർഖണ്ഡിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ മുന്നേ തുടങ്ങിയ ഈ യാത്രയുടെ ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് മയങ്ങിയതാണ്. ഞെട്ടി എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. ഏതായാലും വരുന്നത് വരട്ടെ എന്ന് മനസ്സിലോർത്ത് ഞാൻ ശ്വാസമടക്കി പിടിച്ച് ഇമ വെട്ടാതെ മുന്നിലേക്ക് നോക്കിയിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ട ശേഷം വണ്ടി മറ്റൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. അങ്ങ് അകലെയായി ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്. ഇവിടെ വെച്ച് 3ആയി പിരിയുന്ന വഴിയിൽ ഏറ്റവും മോശമായ വഴിയിലൂടെ മഹിലിയുടെ അച്ഛൻ വണ്ടി തിരിച്ചുവിട്ടു. ഒരു പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അകലെ കണ്ട വെളിച്ചം ഒരു വീട്ടിൽ നിന്നുമുള്ളതാണ്. അടുത്തടുത്തായി 2 വീടുകൾ അവ്യക്തമായി കാണാം. കുഗ്രാമമാണ്. ചുറ്റും നല്ല ഇരുട്ടും. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ ആദ്യം കണ്ടതൊരു പശുത്തൊഴുത്താണെന്ന് മനസ്സിലായി. അതിൻ്റെ മുന്നിലൂടെ വളഞ്ഞ് തിരിഞ്ഞ് ഒരു കുഞ്ഞു വീടിൻ്റെ അടുത്തേക്ക് വണ്ടി എത്തിച്ചേർന്നു. ഈ യാത്രയുടെ തുടക്കം മുതൽ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന മഹിലിയോയുടെ വീട്ടിൽ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വീടിന് പുറത്ത് വെളിച്ചമില്ല. മുന്നിൽ ആരോ നിൽക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഇട്ട മുറ്റത്തേക്ക് വണ്ടി എത്തി. വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുട്ടി കൂടി ഇറങ്ങി വന്നു. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. വണ്ടിക്ക് പുറത്തിറങ്ങിയ മഹിലിയോയെ അമ്മ വന്ന് കെട്ടിപ്പുണർന്ന് അടിമുടി നോക്കി. ഏറെ നാളുകൾക്ക് ശേഷമാണ് അവൾ തിരികെ വീട്ടിൽ വരുന്നത്. പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി കേട്ട അവൾ അങ്ങോട്ടോടി. അവളുടെ അനിയനാണത്. അവനെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. അവനെന്തോ രഹസ്യം അവളോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. വിചിത്രമായ ഒരു പേരാണ് അവൻ്റെത്. ആ പേരിനു പിന്നിൽ ഒരു കഥയുമുണ്ട്. അത് വഴിയെ പറയാം. അടുത്തതായി ഞങ്ങളെ ഔപചാരികമായി സ്വീകരിക്കുന്ന ചടങ്ങാണ്. അതിലേക്കായി ഒരു പാർട്ടി പോപ്പർ എടുത്ത് അവൻ പൊട്ടിക്കാൻ നോക്കി. മഹിലിയോയുടെ അച്ഛൻ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ആ ദൃശ്യം പകർത്താൻ തയ്യാറായി നിന്നു. നിർഭാഗ്യവശാൽ അത് പൊട്ടുന്നില്ല. നിരാശനായ അവൻ അത് മറ്റൊരു കുട്ടിക്ക് കൈമാറി. അവനും പഠിച്ച പണി 18 നോക്കിയിട്ടും അത് പൊട്ടുന്നില്ല. അവൻ അത് തിരിച്ചും മറിച്ചും ഒക്കെ പിടിച്ച് പൊട്ടിക്കാൻ നോക്കി. അതിന് അനക്കമില്ല. പടക്കക്കട ഖുദാഗവ. ഏതായാലും സ്വീകരണം ചീറ്റിപ്പോയ നിരാശയിൽ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ചുവന്ന പരവതാനി വിരിച്ച് കുറച്ച് ഉയരത്തിൽ തറയുള്ള ഒരു പ്രധാന മുറി. അതിൻ്റെ ഇരുവശങ്ങളിലുമായി വാതിലുകൾ. മഹിലിയോ മറ്റേ വാതിലിലൂടെ നേരിട്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കയറിയത്. അപ്പോൾ അതാ മറ്റൊരു പെൺകുട്ടി ഓടി വന്ന് മഹിലിയോയെ കെട്ടിപ്പിടിച്ചു. മഹിലിയോയുടെ കുഞ്ഞനുജത്തിയാണ്. 3 മാസത്തിലേറെയായി വീട്ടിലില്ലാതിരുന്ന മഹിലിയോയെ ഇവർ എത്രമാത്രം മിസ് ചെയ്തിരുന്നുവെന്ന് ഈ ഒരൊറ്റ കാഴ്ചയിൽ മനസ്സിലാവും. അവരുടെ സ്നേഹപ്രകടനം കുറച്ചു സമയം നീണ്ടുനിന്നു. ഞാൻ നിൽക്കുന്ന വശത്തുള്ള ഒരു മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. പഴങ്ങളും ജ്യൂസും പലഹാരങ്ങളുമൊക്കെയായി ഒരു വലിയ മേശ നിറയെ ഒരുക്കി വച്ചിരിക്കുന്നു. അസഹനീയമായ തണുപ്പായതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ ഉള്ളിലും ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അമ്മ അപ്പോഴേക്കും ഒരു ഹീറ്റർ എടുത്തുകൊണ്ടുവന്ന് ആ തീന്മേശയുടെ അടിയിൽ വെച്ചു. കാലിന് ചൂട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണിത്. യഥാർത്ഥത്തിൽ ഇവരുടെ കിടപ്പുമുറിയാണിത്. മുറിയുടെ ഒരു വശത്തായി തടിയൻ മെത്തയും ബ്ലാങ്കറ്റുമൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. ഈ നാട്ടിലെ തണുപ്പിൻ്റെ കാഠിന്യം എത്രയുണ്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ മഹിലിയോയുടെ കുടുംബാംഗങ്ങളെയെല്ലാം പരിചയപ്പെട്ട് കഥകളും വിശേഷങ്ങളുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തീന്മേശയ്ക്ക് ചുറ്റുമിരുന്നു. അത്താഴത്തിൻ്റെ ആദ്യത്തെ ഇനമായ അനാർ ജ്യൂസ് വിതരണം നടത്തുന്നതിനായി മഹിലിയോ മുന്നോട്ട് വന്നു. അതീവ ശ്രദ്ധയോടെ രക്തവർണ്ണത്തിലുള്ള അനാർ ജ്യൂസ് ഗ്ലാസിൽ പകർന്ന ശേഷം അവൾ ആ പ്രത്യേകതരം ആക്ഷനോടുകൂടി എൻ്റെ നേരെ നീട്ടി. ശൈത്യകാലത്ത് അനാർ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി മഹിലിയുടെ അച്ഛൻ ഒരു ചെറിയ ലെക്ചർ നടത്തി. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയായ അനാർ ജ്യൂസ് തണുപ്പ് കാലത്ത് കുടിച്ചാൽ പ്രതിരോധശേഷി വർദ്ധിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. ഞങ്ങൾ ഓരോരോ പലഹാരങ്ങളായി രുചിച്ചു തുടങ്ങി. ഉസ്ബെക്കിൻ്റെ തനതു ലപ്പേക്ഷ ബ്രെഡ് ഉൾപ്പെടെ ഒട്ടേറെ സാധനങ്ങൾ. എല്ലാത്തിനും മധുരമാണ്. നേരത്തെ കണ്ട കുട്ടികൾ 2 മുറിയിലേക്ക് വന്നു. തൊപ്പി വെച്ചവനാണ് മഹിലിയോയുടെ ഏറ്റവും ഇളയ അനിയൻ. അവൻ്റെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടും. അതെ, അവനാണ് മൈക്കിൾ ജാക്സൺ. മറ്റവൻ്റെ പേരും വിചിത്രമാണ്. തിമൂർ. അമീർ തിമൂറിൻ്റെ തിമൂർ. ഞങ്ങൾ വന്നതറിഞ്ഞ് മറ്റൊരു കുട്ടി കൂടി കയറി വന്നു. മഹിലിയോയുടെ വല്യച്ഛൻ്റെ മകനായ സാദിഖ്. അടുത്തതായി മഹിലിയോ കൂട്ടിക്കൊണ്ടു വന്നത് ഒരു സൂപ്പർ സ്റ്റാറിനെയാണ്. ഇവളാണ് കിസാർദ. ഇവൾ ഒരു പാട്ടുകാരിയും ഡാൻസറുമാണെന്ന് പറഞ്ഞാണ് മഹിലിയോ പരിചയപ്പെടുത്തിയത് തന്നെ. ഞങ്ങൾ ഓരോരോ പലഹാരങ്ങളായി എടുത്ത് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ കഴിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന മൈക്കിൾ ജാക്സൺ. ഇവനൊരു നാണം കുടുങ്ങിയാണ്. മഹിലിയോയുടെ അച്ഛൻ കോളേജ് പഠനകാലത്ത് ഒരു അടിപൊളി ഡാൻസറായിരുന്നു. സാക്ഷാൽ മൈക്കിൾ ജാക്സന്റെ കടുത്ത ആരാധകനും.
ആ ആരാധന മൂത്താണ് അദ്ദേഹം ഏറ്റവും ഇളയ കുട്ടിക്ക് തൻ്റെ ആരാധ്യ പുരുഷനായ മൈക്കിൾ ജാക്സന്റെ പേര് തന്നെ ഇട്ടത്. സമർക്കണ്ടിനെ ഇന്ന് കാണുന്ന സമർക്കണ്ടാക്കിയ അമീർ തിമൂർ ചക്രവർത്തിയോടുള്ള ആദരസൂചകമായാണ് ഇവന്റെ പേര് തിമൂർ എന്നാക്കിയത്. മൈക്കിൾ ജാക്സൺ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ പകർത്തി. നമ്മുടെ അരിപ്പായസം പോലെ ഒരു പായസമാണിത്. നടുവിൽ നെയ്യൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത ഒരു പായസം. സുർജിനേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അത് ഇങ്ങനെ തന്നെയാണോ ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഇഷ്ടഭക്ഷണം കൂടിയാണ് സുർജിനേറ്റ്. ഇത് പഴംപൊരിയാണെന്ന് തോന്നും, പക്ഷേ അല്ല. ഇത് ഗുലാബ് ജാമുനാണെന്നും തോന്നും, പക്ഷേ അതുമല്ല. അപ്പോഴേക്കും മഹിലിയോയുടെ അനിയത്തി അടുത്ത റൗണ്ട് പലഹാരങ്ങളുടെ പ്ലേറ്റുമായി എത്തി. തീന്മേശ നിറഞ്ഞുകൊണ്ടേയിരുന്നു, ഒപ്പം ഞങ്ങളുടെ വയറും. തീന്മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിസ്മരണീയമായ ഒരു അത്താഴം. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും 3500 പരം കിലോമീറ്റർ അകലെയുള്ള സമർഖണ്ഡിലെ കുഗ്രാമത്തിൽ ഇവരുടെ അതിഥികളായി വന്ന് പാതിരാത്രി ഒപ്പം വട്ടം കൂടിയിരുന്ന് അത്താഴം കഴിക്കുന്ന ഈ ഒരു ചിത്രം എൻ്റെ കണ്ണിൽ ഇന്നും മായാതെ നിൽപ്പുണ്ട്. ചില അനുഭവങ്ങൾ അങ്ങനെയാണ്. അത് നമ്മുടെ മനസ്സിൽ കയറി കൂടുകൂട്ടും, ഒരിക്കലും മായാത്ത ഓർമ്മയായി. അത്തരത്തിലൊരു അനുഭവമാണ് എനിക്കിത്. മഹിലിയോയ്ക്ക് 2 സഹോദരിമാരുമുണ്ട്. തലയിൽ സ്കാർഫ് ഇട്ടിരിക്കുന്നതാണ് മഹിലിയോയുടെ അമ്മ. സരസനും രസികനുമായ മഹിലിയോയുടെ അച്ഛൻ ഒരു കഥ പറയാൻ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥയാണ്. ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ സുഹൃത്തിനൊപ്പം വനത്തിൽ കരടിയെ വേട്ടയാടാൻ പോയി. അങ്ങനെ പോകുന്ന വേളയിൽ പൊടുന്നനെ വനത്തിനുള്ളിൽ വെച്ച് ഒരു യുവതിയുടെ കരച്ചിൽ കേട്ടു. അദ്ദേഹം കാതോർത്ത് അതിൻ്റെ ഉറവിടം തേടിപ്പിടിച്ചു. ആടിനെ തീറ്റാൻ വേണ്ടി വനത്തിൽ പോയ ഒരു യുവതിയെ കരടി ആക്രമിക്കാൻ തുടങ്ങുന്നു. സഹായത്തിനായി അലമുറയിട്ട് കരഞ്ഞ അവളുടെ മുന്നിൽ വെച്ച് തന്നെ ആ കരടിയെ വകവരുത്തി അയാൾ അവളുടെ ജീവൻ രക്ഷിച്ചു. തിരികെ നാട്ടിലെത്തിയ യുവാവിന് വലിയ സ്വീകരണം കിട്ടി. എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ അച്ഛൻ അവളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ കഥ. ഒരു നെടുവീർപ്പിട്ട ശേഷം അദ്ദേഹം ഒരു കള്ളച്ചിരിയും ചിരിച്ച് മഹിലിയോയുടെ അമ്മയെ ചൂണ്ടിക്കാണിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു. ആ യുവതിയാണ് ഈ യുവതി. ആ യുവാവ് നിങ്ങളുടെ മുന്നിൽ തൊപ്പിയിട്ടിരിക്കുന്ന ഈ ഞാനും. എല്ലാവരുടെ മുഖത്ത് ചിരി പടർന്നു. മഹിലിയോയ്ക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. എന്തായാലും മഹിലിയോയുടെ അച്ഛൻ പറഞ്ഞ വീരശൂര കെട്ടുകഥ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു തീർന്നു. അടുത്തതായി കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അതിനായി ആർട്ടിസ്റ്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. സമയം കളയാതെ തന്നെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാൻസർ വേദിയിലേക്കെത്തി. മഹിലിയോയുടെ കസിനായ ആ കൊച്ചുമിടുക്കി. മനോഹരമായ നൃത്തച്ചുവടുകളോടെ ഞങ്ങളുടെ മുന്നിൽ അവളൊരു വെസ്റ്റേൺ ഉസ്ബെക്ക് മിക്സഡ് ഡാൻസ് കാഴ്ചവെച്ചു. നന്നായി കളിക്കുന്നുണ്ടവൾ. തലയിലൊരു തൊപ്പിയും മനോഹരമായ കുപ്പായവും ഒക്കെ ഇട്ട് അടിപൊളി ഡാൻസ്. എല്ലാവരും ആ കൊച്ചുമിടുക്കിക്ക് കൈയടിച്ച് നല്ല പ്രോത്സാഹനം കൊടുത്തു. അവളുടെ ഡാൻസിന് ശേഷം ആൺകുട്ടികൾ 3 ചേർന്ന് അടുത്ത ഡാൻസ് അവതരിപ്പിക്കാൻ തുടങ്ങി. പെൺകുട്ടിക്ക് കിട്ടിയ പ്രോത്സാഹനം കണ്ട് അവന്മാർ ഡാൻസ് കളിക്കാൻ ചാടി പുറപ്പെട്ടതാണെന്ന് അധികം വൈകാതെ എനിക്ക് മനസ്സിലായി. ഒരു തട്ടിക്കൂട്ട് ഡാൻസ്. അങ്ങനെ ആൺകുട്ടികളുടെ ഡാൻസും കഴിഞ്ഞപ്പോൾ മഹിലിയോയുടെ അച്ഛൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അടുത്ത ഡാൻസ് കളിക്കുവാൻ പോകുന്നത് മറ്റാരുമല്ല, പിന്നെയോ ഞാൻ കരടിയിൽ നിന്നും പണ്ട് ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തിയ യുവതിയായിരിക്കും. അതെ, മഹിലിയോയുടെ അമ്മ. എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി. എന്താണ് അദ്ദേഹം ഈ പറയുന്നത്? അമ്മ ഡാൻസ് കളിക്കാനോ? ശിവ ശിവ.